ഹായ് ഫ്രണ്ട്സ്, PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഒക്ടോബർ 9 കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. ലോക തപാൽ ദിനം ഒക്ടോബർ 9. ലോക തപാൽ ദിനം ഒക്ടോബർ 9. ലോക കാഴ്ച ദിനവും ഒക്ടോബർ 9. ഒക്ടോബറിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനമായി എടുക്കുന്നത്. കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ ജീവിതത്തിന്റെ വിജയ വഴികളിലേക്ക് കൈപിടിച്ച് നടത്തുന്ന പദ്ധതിയാണ് പുനർജ്യോതി പുനരധിവാസ കേന്ദ്രം. കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ ജീവിതത്തിന്റെ വിജയ വഴികളിലേക്ക് കൈപിടിച്ച് നടത്തുന്ന പദ്ധതിയാണ് പുനർജ്യോതി പുനരധിവാസ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം. വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് 2025 ഒക്ടോബർ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് 2025 ഒക്ടോബർ 8. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത് M. ഷഫീഖ് ഹസൻ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത് M. ഷഫീഖ് ഹസനാണ്. നോബൽ പ്രൈസ് 2025 കെമിസ്ട്രി വിഭാഗത്തിൽ സുസുമു കിറ്റഗാവ ജപ്പാൻ, റിച്ചാർഡ് റോബ്സൺ ബ്രിട്ടൻ ആൻഡ് ഒമർ യാഗി US എന്നിവരാണ് പുരസ്കാരം പങ്കിട്ടത്. അപ്പോൾ നൊബേൽ പ്രൈസ് 2025 കെമിസ്ട്രി വിഭാഗത്തിൽ സുസുമു കിറ്റഗാവ ജപ്പാൻ, റിച്ചാർഡ് റോബ്സൺ ബ്രിട്ടൻ ആൻഡ് ഒമർ യാഗി US എന്നിവരാണ് പുരസ്കാരം പങ്കിട്ടത്. വായുവിൽ നിന്ന് വെള്ളം വേർതിരിക്കാനും കാർബൺ ഡയോക്സൈഡ് പിടിച്ചെടുക്കുവാനും കഴിയുന്ന വിപ്ലവകരമായ കണ്ടുപിടുത്തത്തിനാണ് ഇത്തവണത്തെ രസതന്ത്ര നൊബേൽ. അപ്പോൾ വായുവിൽ നിന്ന് വെള്ളം വേർതിരിക്കുവാനും കാർബൺ ഡയോക്സൈഡ് പിടിച്ചെടുക്കുവാനും കഴിയുന്ന വിപ്ലവകരമായ കണ്ടുപിടുത്തത്തിനാണ് ഇത്തവണത്തെ രസതന്ത്ര നൊബേൽ ലഭിച്ചത്. ലോഹ അയോണുകളും ജൈവ തന്മാത്രകളും സംയോജിപ്പിച്ച് ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ഒഴുകാൻ സാധിക്കുന്ന സുഷിരങ്ങളുള്ള ഘടനകളായ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്സ് MOF കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം. ജലശുദ്ധീകരണം, ആരോഗ്യമേഖല, ഇന്ധന ശേഖരണം തുടങ്ങിയവയ്ക്ക് MOFകളെ ഉപയോഗിക്കാം. കണ്ടുപിടുത്തത്തെ തന്മാത്ര വാസ്തുവിദ്യ മോളിക്കുലാർ ആർക്കിടെക്ചർ എന്നാണ് നൊബേൽ കമ്മിറ്റി വിശേഷിപ്പിച്ചത്. കണ്ടുപിടുത്തത്തെ തന്മാത്ര വാസ്തുവിദ്യ അല്ലെങ്കിൽ മോളിക്കുലാർ ആർക്കിടെക്ചർ എന്നാണ് നൊബേൽ കമ്മിറ്റി വിശേഷിപ്പിച്ചത്. രാജ്യത്തെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കേരളത്തിന്റെ സ്ഥാനം 3-ാം സ്ഥാനം. രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നവരിൽ കേരളത്തിന്റെ സ്ഥാനം 3-ാം സ്ഥാനം. കൂടുതൽ കൊല്ലത്താണ്. തൊഴിലില്ലായ്മ മൂലമുള്ള ആത്മഹത്യയിൽ കേരളം 2-ാമത്. തൊഴിലില്ലായ്മ മൂലമുള്ള ആത്മഹത്യയിൽ കേരളം 2-ാമത്. കേരളത്തിലെ 3-ാം വന്ദേ ഭാരത് റൂട്ട് എറണാകുളം ടു ബംഗളൂരു ആണ്. കേരളത്തിലെ 3-ാം വന്ദേ ഭാരത് റൂട്ട് എറണാകുളം ടു ബംഗളൂരു. പശ്ചിമഘട്ടത്തിലെ ചുവന്ന മുത്തിനെ കൃത്രിമ പ്രജനനത്തിലൂടെ ഉൽപ്പാദിപ്പിച്ച് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിലെ ഗവേഷകർ. പ്രിസ്റ്റോലപ്പിസ് റൂബ്രി പിന്നീസ് ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഭക്ഷ്യ അലങ്കാര മത്സ്യമായ ചെഞ്ചിറകൻ ആറ്റു ചെമ്പലിയെയാണ് കൃത്രിമ സാഹചര്യങ്ങളിൽ പ്രജനനം നടത്തി വളർത്താനുള്ള ശാസ്ത്രീയ മാർഗം വിജയകരമായി വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സെർജിയോ ഗോർ. ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സെർജിയോ ഗോർ. ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും എന്നറിയപ്പെടുന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവാണ് G. കണ്ണനുണ്ണി. ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും എന്നറിയപ്പെടുന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവാണ് G. കണ്ണനുണ്ണി. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.